വെൽക്കം ബാക്ക്. ഇന്നെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ 2 ദിവസം മുമ്പേ ഉപ്പിൽ മാങ്ങയും ക്യാരറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എങ്ങനെയായി വന്നിട്ടുണ്ടെന്നല്ല നമുക്കിന്ന് നോക്കാം. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനല്ല. അപ്പം ഇതൊരു ജാറിലാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. എൻ്റെ ബോട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗളും അതിൻ്റെ മണ്ടയിലൊരു പ്ലേറ്റും വെച്ചിട്ടാണ് വെച്ചേക്കുന്നത്. 2 ദിവസമായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇത് എനിക്കൊന്ന് 2 ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് ഓർത്തപ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2 ദിവസമായില്ല. അപ്പം എന്താ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതാണ്. അതാണ്ട് നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ ഫ്ലോക്ക് വെച്ചിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അതിനകത്ത് ക്യാരറ്റും ഉണ്ട്, പച്ചമാങ്ങയും. നമുക്ക് പച്ചമാങ്ങ തിന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങ. എനിക്കൊരു 10 out of 8 കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടത്. നമുക്ക് അടുത്ത് ക്യാരറ്റ് നോക്കാം. നമുക്ക് ക്യാരറ്റ് എടുക്കാം. നല്ല കട്ടിയാണ് കേട്ടതുകൊണ്ട് കട്ടിയതാ, ചെറിയ സോഫ്റ്റ്നെസ്സേ ഉള്ളൂ ഉണ്ട്. ക്യാരറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരറ്റ് ഒരു 10 out of 9.2 കൊടുക്കാം. ക്യാരറ്റാണ് എനിക്ക് മാങ്ങയങ്ങാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ ഇങ്ങനെ കടയെല്ലാം പോകുമ്പോഴത്തേക്കും, ഇവിടെ ബഹ്റൈനുള്ള കടയെല്ലാം പോകുമ്പോഴത്തേക്കും വാങ്ങിക്കാറുണ്ട്. ഇങ്ങനെ ക്യാരറ്റും മാങ്ങയെല്ലാം വാങ്ങിക്കാറുണ്ട്. അപ്പം വീട്ടിൽ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ നമ്മൾ ചൂടുവെള്ളം എടുക്കണം. അതുപോലെ കുറച്ച് ഉപ്പും വിനാഗിരിയും ഒഴിക്കണം. എന്നിട്ട് നമ്മളെ ഇഷ്ട സാധനങ്ങൾ ഇടാം. ഇപ്പം മാങ്ങയും ക്യാരറ്റുമാണ് ഇട്ടേക്കുന്നത്. അത് രണ്ടും വെച്ചിട്ട് നമ്മൾ കുറച്ച് വെച്ചായിട്ട് ഇടണം. ഇട്ടിട്ട് നമ്മൾ നല്ല എരിയുള്ള പച്ചമുളക് എടുത്ത് അത് വെട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നാൾ നമ്മൾ നല്ല തുറന്ന് നോക്കാനേ പാടില്ല, അടച്ച് വെച്ച് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും എടുത്ത് നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ബൈ.